മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ദൈവജനം കാത്തിരിക്കുകയാണ്. സ്വദേശത്തും വിദേശത്തും വലിയ സ്നേഹത്തോടെ വളരെ ശ്രദ്ധയോടെ വചനം ശ്രവിക്കുന്ന മക്കൾക്കായി കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ ഓർക്കാറില്ലേ, എന്നെ കൈവിട്ടോ, എന്നെ മറന്നോ ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നൊക്കെ ചോദിച്ച് നെഞ്ചുപൊട്ടി കരയുമ്പോഴും ഓർക്കുക, നാം ദൈവത്തിൻ്റെ കരത്തിൻ്റെ തണലിലാണ്. 1 പീറ്റർ 5:6 വചനം തരുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. മകളെ, ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുന്നവരെയാണ് ദൈവം തക്ക സമയത്ത് ഉയർത്തുന്നത്. ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ സൂക്ഷിക്കണം. 1, ദൈവത്തിലുള്ള വിശ്വാസം. 2, ദൈവത്തോടുള്ള സ്നേഹം. 3, ദൈവപരിപാലനയെക്കുറിച്ചുള്ള ബോധ്യം. 4, ആഴമായ എളിമ. 5, ദൈവ ഇഷ്ടത്തോടുള്ള വിധേയത്വം. ഈ 5 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അതിന് നമ്മൾ ലോകത്തിൻ്റെ കരത്തിൽ നിന്ന് മാറിയാലാണ് ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഭൗതിക സമ്പത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ ആൾബലത്തിൻ്റെയോ പ്രശസ്തിയുടെയോ കരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരത്തിലേക്ക്, കീഴിലേക്ക് താഴ്മയോടെ ചേർന്ന് നിൽക്കണം. അപ്പോഴാണ് ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കുക. പലപ്പോഴും ഭൗതികതയുടെയും അധികാരത്തിൻ്റെയും ആൾബലത്തിൻ്റെയും പിറകെ ഓടുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യരും. അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മെ ഉയർത്തുകയും ചെയ്യുന്ന കരമാണെന്ന് ഞാൻ വിശ്വസിക്കണം. ആ ദൈവത്തിലുള്ള സ്നേഹം നമ്മൾ ഏറ്റുപറയണം. ദൈവ ഇഷ്ടത്തോട് വിധേയപ്പെടണം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ദൈവം കരമുയർത്തി, ഈശോ കരമുയർത്തി നിന്നെ, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ സ്വപ്നങ്ങളെ ആസ്വദിക്കാനായി കടന്നു വരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.